പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LED TVയും കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററൊക്കെ ഇതിലൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ഉണ്ട് പവർ സപ്ലൈയിൽ വരുന്നത്. ആ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എൻ്റെ കൈവശമുള്ളത് ഡെൽ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒരു 19 ഇഞ്ച് മോണിറ്ററാണ്. ഇതിൻ്റെ പവർ സപ്ലൈ ഫുള്ള് ഡെഡാണ്, ഒരു ഇൻഡിക്കേഷനും ഇല്ല, ഓൺ ആവില്ല. ഈ മോണിറ്ററാണ് ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ മോണിറ്റർ നമ്മൾ മേശപ്പുറത്ത് വെക്കുന്നതിൻ്റെ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് അഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളൊന്ന് അമർത്തി കഴിയുമ്പോൾ ചെറിയ ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് അമർത്തുക, അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് പുറകോട്ട് വലിക്കുകയും ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഊരിപ്പോരും. അതേപോലെ തന്നെ അങ്ങോട്ട് നമ്മൾക്ക് ഫിറ്റ് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കവർ കണ്ടില്ലേ, ഈ കവർ ഒന്ന് ജസ്റ്റ് പൊക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് 4 സ്ക്രൂ ഉണ്ടാവും. ആ 4 സ്ക്രൂ നമ്മൾ അഴിക്കുക. ഇതിന് വേറെ സ്ക്രൂകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൈഡിൽ കൂടെ മൊത്തമായിട്ട് ലോക്കുകളാണ് ഉണ്ടാകുന്നത്. ആ ലോക്കുകൾ നമ്മൾ ചെറിയ എന്തെങ്കിലും നൈസായിട്ടുള്ള ഒന്നെങ്കിൽ നൈഫോ അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് പതുക്കെ വിടിച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പവർ സപ്ലൈയും മറ്റത് ഇതിൻ്റെ മദർ ബോർഡ് എന്ന് പറയും. പിന്നെ ഇത് പാനൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് വേറൊരു ബോർഡ് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്റ്റിംഗ് വയർസും സ്ട്രിപ്പുകളും ഉണ്ടാവും. പവർ സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാ പവർ സപ്ലൈ പോലെ തന്നെയാണ്. അതിൽ ഡയോഡ് ഉണ്ടാവും, ബാക്കിയുള്ള റെക്ടിഫയർ ഉണ്ടാവും, ഫിൽറ്ററുകൾ ഉണ്ടാവും. എല്ലാം സാധാ നമ്മൾ SMPs എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പവർ സപ്ലൈ ഉണ്ടാവുക. കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഔട്ട്പുട്ടിൽ വരുന്ന ഡയോഡുകളുണ്ട്. ആ ഡയോഡുകൾ ഏതെങ്കിലും ഷോർട്ടാവും. ആ ഷോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് ഷോർട്ടായി ഓപ്പണായി പോവും. അങ്ങനെ ഓപ്പണായി പോയിട്ടില്ലെങ്കിൽ എന്താവും, നമ്മൾ വീണ്ടും അത് ഓണാക്കുന്ന സമയത്ത് റിട്ടേൺ ആയിട്ട് സപ്ലൈ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മോസ്ഫെറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനെ സർക്യൂട്ടിനെ മൊത്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന മോസ്ഫെറ്റ് ഉണ്ട്. ആ മോസ്ഫെറ്റ് അടിച്ചു പോകും. മോസ്ഫെറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കുറച്ച് റെസിസ്റ്റൻസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവും. ചിലതിൽ കപ്പാസിറ്ററുകൾ ഉണ്ടാവും. ആ കപ്പാസിറ്ററുകളൊക്കെ ബൾജായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയോഡും ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. ഔട്ട്പുട്ടിൽ എന്തോ ഷോർട്ട് വന്നിട്ടാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ ഈ ഡയോഡ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന മോസ്ഫെറ്റ് പോയിട്ടുണ്ട്, പിന്നെ കുറച്ച് റെസിസ്റ്റൻസ് പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിയെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില നമ്പറുകളൊന്നും ലഭ്യമല്ലായിരിക്കും മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എല്ലാം കൂടി ഡ്രൈവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയറിൻ്റെ മൊഡ്യൂൾ വാങ്ങാൻ കിട്ടും. ആ മൊഡ്യൂൾ ഇതിന് പ്രത്യേക ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ആ ഡയഗ്രം വെച്ചിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നതാണ്. ഇതൊരു പവറിൻ്റെ ഈ ഫെയിലർ മാറ്റാൻ വേണ്ടി ഒരു മോഡിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മൊഡ്യൂൾ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പവർ ഫെയിലർ എല്ലാം മാറിക്കിട്ടും. ഈ മൊഡ്യൂളിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വീഡിയോ ഇടണമെങ്കിൽ വീഡിയോ ചെയ്തു തരാം. ഈ മൊഡ്യൂൾ പവർ സപ്ലൈ നിങ്ങൾക്ക് ഏത് പവർ സപ്ലൈയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. LED TV ആകാം, മോണിറ്റർ ആകാം, അങ്ങനെ എന്ത് സാധനങ്ങളായാലും അതിലൊക്കെ നമുക്ക് ഈ മൊഡ്യൂൾ സപ്ലൈ, ഈ മോസ്ഫെറ്റ് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഈ മൊഡ്യൂൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൊഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നേരെ ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ മോണിറ്റർ ഓണായിട്ടുണ്ട്, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.